പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ഉഷസ്സിൽ ആനന്ദഘോഷം. പ്രിയരെ, ജീവിതത്തിൻ്റെ രാത്രികളിൽ ഒരുപക്ഷെ കണ്ണുനീരും പ്രയാസവും വന്നെന്നിരിക്കാം. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കിടന്നുറങ്ങിയ വ്യക്തിയെ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഉണർത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ജീവിതത്തിൻ്റെ ഒരു രാത്രിയും ഹല്ലേലൂയ തീരാതെ ഇരിക്കത്തില്ല. ഒരു രാത്രിയും ഹല്ലേലൂയ പ്രഭാതം കൊണ്ട് തീർക്കാതെ ദൈവം ഇരുത്തത്തില്ല. ഹല്ലേലൂയ. രാത്രിയുടെ അനുഭവമുണ്ടോ? നിശ്ചയമായി സന്തോഷത്തിൻ്റെ ഒരു പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, എത്ര കണ്ണുനീരൊക്കോടെ, എത്ര പ്രതിസന്ധിയോടെ ഒരു വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ നീ വെച്ചോ, അതിനൊക്കെ തമ്പുരാൻ്റെ പക്കൽ മറുപടിയുണ്ട്. 6-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ അതിൻ്റെ 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഞാൻ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ഹല്ലേലൂയ. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളിലും ഹേതുവായി ഹല്ലേലൂയ ഞാൻ ക്ഷീണിച്ചുമിരിക്കുന്നു. പ്രിയരെ, ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്? നിശ്ചയമായി നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ, രാത്രിയുടെ അനുഭവത്തിൽ പലപ്പോഴും പലരും വന്ന് ചോദിച്ചു കാണും, നിൻ്റെ ദൈവം എവിടെ, നീ ആരാധിക്കുന്ന ദൈവം എവിടെ എന്ന് ചോദിച്ച് ശത്രു നിന്ദിച്ച അതേ സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മുടെ നിലവിളിക്ക് മറുപടി തരുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. പ്രിയരെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നാം ആശ്രയിക്കുന്ന ദൈവം ഒരു നാളും നമ്മെ കൈവിടത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഇയ്യോബ് പറയുന്നു, വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു, കഷ്ടരാത്രികൾ ഓഹരിയായി തീർന്നു. കഷ്ടത്തിൻ്റെ രാത്രികൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും ഇയ്യോബിനെ കൈവിടാത്ത ഒരു ദൈവം, ഇയ്യോബിനെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം. പ്രിയരെ, യാക്കോബിൻ്റെ ജീവിത ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. 2 അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഗുണമാകട്ടെ ദോഷമാകട്ടെ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം ഒരുവനെ ദ്വേഷിച്ചു, മറ്റവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ ആ യാക്കോബ്, ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവൻ, ദൈവം സ്നേഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അവന് ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവനൊരു പ്രാർത്ഥനാ പുരുഷനാ, അവനൊരു ദൈവ പൈതല. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ കർത്താവുമായിട്ട് മല്ല് പിടിച്ചു എന്ന് ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനൊരു വ്യക്തി ഓടിപ്പോയി ഒരു രാത്രി ലൂസിലെത്തി അവിടെ തളർന്ന് താൻ കിടന്നുറങ്ങി. പ്രിയരെ, ജീവിതത്തിൻ്റെ എത്ര ശോധനയുടെ സമയത്ത് താൻ കടന്നു പോയാലും, ഏകനായി, നിന്ദനായി, പരദേശിയായി, ഹല്ലേലൂയ ആരുമില്ലാത്തവനായി താൻ അലയപ്പെട്ടു എന്ന് തിരുവചനം പറയുന്ന പ്രകാരം തൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ രാത്രി വന്നു, പ്രതിസന്ധിയുടെ രാത്രി വന്നു. തന്നെ സഹായിപ്പാൻ ആരുമില്ല. താൻ ഹല്ലേലൂയ ഒരു കല്ല് തലയണയായി വെച്ച് ആ ലൂസിൽ കിടന്നുറങ്ങിയപ്പോഴും തമ്പുരാൻ മറഞ്ഞിരുന്നില്ല, തമ്പുരാൻ അവനെ കൈവിട്ടില്ല. ആ രാത്രിയിലും സ്വർഗത്തോളം എത്തുന്ന ഗോവേണിയാൽ അവന് സ്വർഗീയ ദർശനങ്ങളെ കൊടുത്ത് അവനെ മാനിച്ചു. രാത്രിയുടെ സമയത്തും കൈവിടാത്തൊരു ദൈവമുണ്ട്, ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഇത് ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രഭാതമുണ്ട്, നിശ്ചയമായൊരു പ്രഭാതമുണ്ട്. പ്രഭാതത്തിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. നോക്ക്, ആശ്വസിപ്പാൻ ആരുമില്ലാതെ
രാത്രിയിൽ അല്ലെങ്കിൽ തൻ്റെ കണ്ണുനീര് കൊണ്ട് തൻ്റെ തലയിണ നനയ്ക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, കണ്ണുനീര് കൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രഭാതമുണ്ട്, നിശ്ചയമായി സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു പ്രഭാതമുണ്ട്. യാക്കോബിന് രാത്രിയിൽ ദൈവം വെളിപ്പെടുത്തിയിട്ട്, ദൈവസാന്നിധ്യത്തെ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനൊരു ഉറപ്പ് ദൈവം കൊടുത്തു. ദൈവവുമായിട്ടൊരു ഉറപ്പ് തനിക്ക് ലഭിച്ചു. അതാ ദൈവം മുമ്പാകെ കടന്നുറങ്ങുന്ന ദൈവ പൈതലിൻ്റെ പ്രത്യേകത. രാത്രിയിൽ യാബോക്കിൻ്റെ കടവിൽ ദൈവവുമായിട്ട് മല്ല് പിടിച്ചിട്ട് ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ സൂര്യൻ ഉദിച്ചു എന്ന് ബൈബിൾ പറയുന്നു. പെനിയേൽ അവന് സൂര്യൻ ഉദിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ വെളിപ്പെടുത്തി വിട്ടു. അതുവരെ കടക്കാൻ പറ്റാത്ത ആ യാബോക്ക് കടന്ന് ജീവിതത്തിൽ ദൈവമൊരുക്കിയ നന്മയിലേക്ക് അവൻ പ്രവേശിച്ചു. 20 വർഷക്കാലം താൻ പലർക്കും വേണ്ടി സേവിച്ചു, പലർക്കും വേണ്ടി തൻ്റെ ജീവിതത്തെ കൊടുത്തു. ഇതാ യാബോക്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറി. തന്നെ ഇസ്രായേലിലേക്ക് ദൈവം മാറ്റി. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ, നിൻ്റെ കണ്ണുനീരിനെ, നിൻ്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഇന്ന് രാവിലെ സമയത്തും നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെ രാത്രിയിലും കൈവിടാത്ത ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം ഇന്നും ജീവിക്കുന്നു. ഏത് രാത്രിയിലാണോ നിങ്ങളായിരിക്കുന്നത്, ഏത് ഇരുട്ടിൻ്റെ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്, പ്രിയരെ, ദൈവം ഭാഗം മുഴങ്കാൽ മടക്കിയാട്ട് നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. താൻ സ്നേഹിച്ച യാക്കോബിനെ, താൻ തിരഞ്ഞെടുത്ത യാക്കോബിനെ, തൻ്റെ മുമ്പാകെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരും. നിങ്ങളുടെ യാചനകൾക്ക് അവൻ ഉത്തരമരുളും. അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അവൻ വെളിപ്പെടുത്തും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.